നമസ്തേ. ഒത്തൻറ്റിക് ലൈറ്റ് സെൻറ്ററിലൂടെയുള്ള മിറാക്കുലസ് എക്സ്പീരിയൻസ് വിവരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുനിത ദിയിലൂടെ മഹാവതാർ ബാബാജി, മാതാജി, ഗുരുമണ്ഡലി ഇവരുടെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ അവിടെ ഉണ്ടായ മിറാക്കുലസ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ദിയുടെ ഒത്തൻറ്റിക് ലൈറ്റ് സെൻറ്ററിൽ വരുന്നത് വളരെ യാദൃശ്ചികമായി ഗ്രൂപ്പിൽ വന്നൊരു ഫ്ലയർ പോസ്റ്റർ കണ്ടിട്ടാണ്. അപ്പോൾ അന്ന് കണ്ണൂർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തിച്ചേർന്നു. ദിയെ ആ സെഷൻ അറ്റൻഡ് ചെയ്തു. വളരെ നല്ല ഫീലിംഗ് ആയിരുന്നു. നല്ല സന്തോഷം, നല്ല സമാധാനം, ശാന്തി ഇവയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ദി എന്നോട് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡൗട്ടാണല്ലോ, സ്വയത്തെക്കുറിച്ച് നമുക്ക് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പറ്റും, നിങ്ങൾ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ട്രാൻസ്ലേഷനിലേക്ക് കയറി. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും, പക്ഷേ എപ്പോഴും 3 മണിക്ക് എഴുന്നേൽക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇങ്ങനെയൊരു ദൗത്യമായിട്ട് കിട്ടിയപ്പോൾ ഞാനത് സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു ഷെഡ്യൂളിലേക്ക് എത്തി, കൃത്യമായൊരു സമയത്ത് എത്തുക എന്നുള്ളൊരു തലത്തിലേക്കെത്തി, എഴുന്നേൽക്കുക എന്നുള്ളൊരു തലത്തിലേക്കെത്തി. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് 3 മണി മെഡിറ്റേഷൻ. സാറ്റർഡേ സൺഡേ ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യും. ബാക്കി ദിവസങ്ങളിലും അതേ ഒരു സമയത്തൊക്കെ എപ്പോഴും എഴുന്നേൽക്കും എന്ത് തന്നെയായാലും. ഇനി ഇടയിൽ ഉറങ്ങിപ്പോയാലും ആയിക്കോട്ടെ, ഞാൻ വളരെ കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയം, മഹാവതാർ ബാബാജി ആണോ എൻ്റെ ആത്മീയ ഗുരു? അതിനൊക്കെ മാത്രം മീൻസ് ബാബാജിയുടെ ഒരു ഗൈഡൻസ് കിട്ടാൻ അത്രയൊക്കെ വളർന്നോ ഞാൻ എന്നുള്ളൊരു സംശയം, ഒരു ഡൗട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത് തന്നെയാണോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു സംശയം ഇടയ്ക്കിടെ ദീ പറയുന്നുണ്ടല്ലോ, ആ ബാബാജി സെ പൂച്ചോ, ബാബാജിക്കോ ബോലോ എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾ ബാബാജിയോട് ചോദിക്കുമോ, ബാബാജിയോട് പറയൂ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ടായിരുന്നു, ബാബാജി തന്നെയാണോ, ഇത് തന്നെയാണോ എൻ്റെ പാത, ഞാൻ ഇതിലാണോ ഉറച്ചു നിൽക്കേണ്ടത് എന്ന്. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇതുപോലെ മെഡിറ്റേഷനിലാണോ ഇടയിൽ ഞാൻ ഉറങ്ങിയപ്പോഴാണോ എന്നെനിക്ക് വ്യക്തമല്ല, പക്ഷേ ഞാനൊരു വിഷൻ കണ്ടു, ഒരു സ്വപ്നം പോലെ വളരെ ദിവ്യമായൊരു കാര്യം കണ്ടു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു നദിയുടെ കരയിലാണ്, സ്റ്റെപ്സ് ഉണ്ട്, അതിലൊക്കെ സ്ത്രീകൾ ഇരിക്കുന്നു, അവർ ഡിസ്കസ് ചെയ്യുന്നു. അതൊക്കെ മഹാവതാർ ബാബാജി, സുനിതാദിയുടെ ഫോളോവേഴ്സാണ്. അവർ ആ ALCയിലുള്ളവരാണ്. പക്ഷേ എനിക്ക് ഫേസ് അല്ല, പക്ഷേ എനിക്കറിയാം ഇത് ALCയുടെ പെടുന്ന സ്ത്രീകളാണെന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര ദിവ്യ തേജസ്സുള്ളൊരു സ്ത്രീയെ ഞാൻ കണ്ടു. അപ്പോൾ അവരാണെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാനും മെല്ലെ എനിക്ക് തോന്നി അവരോട് പോയി ഒന്ന് ചോദിച്ചു നോക്കാം ഇവരൊക്കെ. അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ചോദിക്കുകയാണ്, ALCയുടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് എന്ന് ചോദിച്ചു. എന്താണ് നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ്, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടനെ എന്നോട് പറഞ്ഞു, അതെ ഞങ്ങൾ ചെയ്യാണ്, ബാബാജി സബ് കുച്ച് ഠീക്ക് കർ ദേഗ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ബാബാജി നിങ്ങളുടെ എല്ലാം ശരിയാക്കി തരുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓ അങ്ങനെയാണോ എന്നുള്ളൊരു സംശയത്തിൽ, ഇത് സ്വപ്നം കാണുകയാണോ വിഷനാണോ എന്നാൽ നമുക്കറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്, പിന്നെ ഇടയ്ക്ക് നമ്മുടെ മനസ്സ് കയറി ഇടപെടുകയും ചെയ്യുമല്ലോ. ആ സ്വപ്നത്തിലും സംശയമാണ്, ഇത് ശരിക്കും ആണോ അതോ മനസ്സിൻ്റെ ഒരു കളിയാണോ എന്ന് അറിയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അത് കണ്ടു, സ്വപ്നം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിൽ ആലോചിക്കുകയാണ്, ഇതെന്താ ഇത്, ബാബാജി എല്ലാം ശരിയാക്കി തരുമെന്നാണല്ലോ പറഞ്ഞേ. അപ്പം ഞാൻ ആ സ്ത്രീയെ ഒന്നുകൂടി വളരെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഭയങ്കര തേജസ്, അവരിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര തേജസ്വിനി ഒരു സ്ത്രീ. അപ്പം നോക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ട് വെള്ളം, ഒരു പാത്രത്തിൽ ഒരു ബൗളിൽ വെള്ളമുണ്ട്. അപ്പം ഞാൻ മെല്ലെ വീണ്ടും പതുക്കെ ചോദിച്ചു, ഈ വെള്ളം എന്തിനാ? അപ്പോൾ അവർ പറഞ്ഞു, അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവർ ആ വെള്ളം എടുത്തിട്ട് അവിടുന്ന് മാറി. പിന്നീട് ഞാൻ കാണുന്നത് വെച്ചാൽ സെയിം സ്ട്രെച്ചിൽ ആ നദിയുടെ കുറുകെ ഒരു വലിയൊരു മതിലാണ്. അപ്പം പിന്നെ ഞാൻ വീണ്ടും ഈ സ്ത്രീയോട് കുറച്ച് സംശയങ്ങളൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവരുണ്ട് ആ നദിയുടെ അപ്പുറത്ത്, ആ മതിൽ കഴിഞ്ഞ് അപ്പുറത്താണല്ലേ. അപ്പം എനിക്ക് ഈ നദീൻ്റെ ആ മതിലിലൂടെ നടന്നാലേ എനിക്കതിൽ എങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ഞാൻ രണ്ടും കളിക്കാണെങ്കിൽ വെള്ളം ഭയവും, ഞാൻ രണ്ടും കൽപ്പിച്ച് നടന്നു അതിലൂടെ. അപ്പം നടന്ന് എത്തെ
നമ്മുടെ ഈ തേജസ്വിനിയായ സ്ത്രീ എന്നെ കാണുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഉടനെ അവരെന്തോ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടിയതും ആ മതിലങ്ങ് ഇടിഞ്ഞ് വീണു. അതായത് എനിക്ക് എളുപ്പത്തിൽ അവിടെ എത്താൻ വേണ്ടി ഉള്ളൊരു വഴിയായിരുന്നു അത്. കാരണം മതിൽ കുറേ നടക്കാനുണ്ട്, പിന്നെ എനിക്ക് മതിലിൻ്റെ ഒരു അറ്റം കഴിഞ്ഞാൽ നീന്തി അപ്പുറത്ത് എത്തുകയും വേണം, എനിക്ക് നീന്താനും അറിയില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അങ്ങനെ മതിൽ വീണു. എന്നിട്ട് ഞാൻ തനിയെന്നെ അവരുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇത്രയും കണ്ടതോടെ പിന്നെ ഞാൻ കണ്ണ് തുറന്നോ, ഞാൻ ഞെട്ടി, എന്തോ സംഭവിച്ചു, എൻ്റെ ആ ഒരു വിഷൻ അങ്ങ് മാഞ്ഞു. അപ്പോൾ എഴുന്നേറ്റിട്ട് എനിക്കിതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. ഓരോ സീക്വൻസ് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. എന്ത് ഞാൻ സംസാരിച്ചു, അവരെന്നോട് എന്ത് പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ആ ഇടയ്ക്കാണ് ക്വാനിയൻ മാതയുടെ ചാനലിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ സംശയിച്ചിരിക്കുക, ഈശ്വര ഇത് സ്വപ്നമാണോ, ഇതിപ്പോൾ മനസ്സിപ്പോൾ എന്തെങ്കിലും കഥകൾ മെനഞ്ഞ് എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണോ, ഒന്നും അറിയില്ലല്ലോ, എന്താണ് ഭഗവാനെ ഇതിപ്പോൾ എങ്ങനെ അറിയുന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അന്ന് രാത്രി, വൈകുന്നേരമോ രാത്രിയോ, ദി ക്വാനിൻ മാതയുടെ ഇമേജ് ഇട്ടു നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോഴാണ് ഭഗവാനെ എനിക്ക് എന്താ പറയണ, ഈശ്വര ഈ ഒരു സ്ത്രീ ആണല്ലോ ഞാൻ കണ്ടത്. ശരിക്കും അതേ ഫേസ് എനിക്ക് വന്നതിൽ നല്ല മെജൻറ്റ കളറ് ഒരു ഡ്രസ്സ്, ഇങ്ങനെ തലയിലൂടെ ആ ഒരു ഇതും ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു രൂപത്തിലായിരുന്നു. അപ്പം അതോടെ എനിക്ക് എന്നിട്ടും, പക്ഷേ പിന്നെ നമ്മുടെ മനസ്സാണല്ലോ, അപ്പോഴും സംശയമാണ് ഇത് ശരിയാണോ അല്ലയോ എന്താണെന്ന്. അപ്പം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് ഇട്ടു. അപ്പം ഭാഗ്യം കൊണ്ട് ദീ ഇത് കണ്ടു, ദീ റിപ്ലൈ ചെയ്തു, നിങ്ങൾ ശരിക്കും കണ്ടത് തന്നെയാണ്, അത് വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മുതലാണ് എൻ്റെ ശരിയായൊരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. അവിടെ മുതൽ ഞാൻ പൂർണ്ണമായും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് ബാബാജിയിൽ. ഇതുപോലെ ഇടയ്ക്കിടെ നമുക്കറിയുന്ന പോലെ ഇങ്ങനെ ചോദിക്കും, ബാബാജി എന്താ ചെയ്യണ്ടേ, ഒരു പിടിയുമില്ല കേട്ടോ, കാത്തോളണേ എന്നൊക്കെ പറയും. പിന്നെ സുനിതാദിയുടെ ഓരോ ചാനലിങ്ങിൽ ഓരോ ദിവസം നമ്മളെ സ്വയം എങ്ങനെ മാറ്റാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കും. എന്നിൽ എന്തൊക്കെ, എൻ്റെ വികാരങ്ങളിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ സംസാരം അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷനിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിക്കും. അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് ഞാനത് എന്നിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ എൻ്റെ ശരീരത്തിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളാണ്. ആദ്യം പറഞ്ഞല്ലോ, നല്ല മടിയാണ് 3 മണിക്ക് എഴുന്നേൽക്കാൻ. അലാം അടിച്ചിട്ട് വീണ്ടും ഓഫാക്കി കിടന്ന ദിവസം വരെ ഉണ്ട്. ബട്ട് ഇപ്പം അതൊരു നല്ലൊരു റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയിൽ ഉറങ്ങിപ്പോകുന്നുണ്ട്, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ബാബാജീൻ്റെ വിശ്വാസമാണ്. എനിക്ക് ആ ഒരു വിഷൻ ഞാൻ പൂർണ്ണമായും അംഗീകരിച്ച്, ഞാൻ സ്വീകരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ബാബാജി എല്ലാം ശരിയാക്കി തരുമെന്ന്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മെഡിറ്റേഷൻ, അപ്പോൾ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാരിക്കോസ് വെയിൻ ഉണ്ട് നന്നായിട്ട് എൻ്റെ ഇടത് കാലിൽ. ഇപ്പം അത് ആദ്യം ഭയങ്കര തിക്കായിട്ട് തട്ടിച്ച് പച്ച കളറിൽ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പം അതൊക്കെ മെലിഞ്ഞ് ആ കളറൊക്കെ കുറഞ്ഞ് മെലിഞ്ഞ് വരികയാണ്. പിന്നെ കടച്ചിൽ, 2 കാലും രാവിലെ ഞാൻ ഓവർ വെയ്റ്റ് ഉണ്ട്. അപ്പോൾ 2 കാലും രാവിലെ നിലത്ത് കുത്തുമ്പോൾ മടമ്പിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വേദനയും കുത്തലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഇല്ല, നിശേഷം പോയിരിക്കുന്നു. പിന്നെ ഇടത് മുട്ടിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറി. അതൊക്കെ വളരെയധികം ആശ്വാസമായിട്ടുണ്ട്. ഇടത് മുട്ട് ഇനിയും ഹീലാവാനുണ്ട്. അത് എന്നോട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ഇനി ഞാൻ കൃത്യമായി ചെയ്യണം. മഞ്ഞളൊക്കെ തേച്ച് ഉപ്പ് ഇങ്ങനെ പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നു. എന്തായാലും ഇങ്ങനെയൊരു ഭയങ്കര ദിവ്യമായ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ ബാബാജി, മാതാജി, ഗുരു മണ്ഡലിയാൽ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷമാണ്. പിന്നെ ഫിസിക്കലി ഉള്ള എൻ്റെ ഈ മാറ്റങ്ങൾ, ഫേസിലൊക്കെ ചെറിയൊരു നല്ല രസം തോന്നുന്നു എനിക്ക് എന്നെ കാണാൻ, അങ്ങനെയൊക്കെ. അതുപോലെ വേറെ ഫിസിക്കൽ തൈറോയിഡ് ഇഷ്യൂ ഉണ്ട്. ഞാൻ വേർക്കില്ല, പൊതുവേ വേർപ്പ് കുറവ്, തണുപ്പ് കൂടുതലാണ്. പക്ഷേ ഇപ്പം ഞാൻ വേർത്ത് തുടങ്ങുന്നു. അതുപോലെ ഈ അടുത്ത് എനിക്ക് ഒരു സിക്കിമിലേക്കൊരു യാത്ര ചെയ്യാൻ പറ്റിയിരുന്നു. പേടിയായിരുന്നു, ഈശ്വരാ എങ്ങനെയാ തണുപ്പ് എങ്ങനെ സഹിക്കുമെന്നൊക്കെ.
പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എന്താ പറയുക, ജീവിതത്തിൽ ആദ്യമായി ഞാൻ തണുപ്പിനെ ആസ്വദിച്ചു. അവിടെയുള്ള 12 ഡിഗ്രി ഹയസ്റ്റ് പോയിന്റിലൊക്കെ പോയി. അങ്ങനെ വളരെ നല്ലൊരു അനുഭവം കിട്ടി എനിക്ക് അവിടുന്ന്. അപ്പോൾ അതായത് എൻ്റെ ശരീരം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മെഡിറ്റേഷനിലൂടെ മാത്രമാണ്. ഞാൻ വേറെ ഒരു മരുന്നും തൈറോണോം അല്ലാതെ എനിക്ക് വേറെ ഒരു മരുന്നും എനിക്കില്ല. അങ്ങനെ വേറെ ഈ വേദനകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നടുവേദനയുണ്ട്, അതും ദീ പറഞ്ഞു അത് ഗ്രാജുവലി പതുക്കെ അത് കുറഞ്ഞോളും. നിങ്ങൾ മെഡിറ്റേഷനിലിരിക്കും. എപ്പോഴും അതാണ് ദീ പറയുന്നത്, നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക, നമ്മളെ തന്നെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ആ മെഡിറ്റേഷൻ കൃത്യമായി അറ്റൻഡ് ചെയ്ത് അതൊരു എന്താ പറയേണ്ട ഒരു ചിട്ടയോടെ അത് ചെയ്താൽ തീർച്ചയായും നമ്മളുടെ വേദനകൾ എന്തിനു വരുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തിനു വരുന്നു, എന്താണ്, അതൊക്കെ എല്ലാം കൂടി റൂട്ട് കോസ് അടക്കം എല്ലാം നിശ്ശേഷം മാറും എന്ന് തന്നെയാണ് എനിക്ക് അനുഭവം. അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ പേഴ്സണലി വേറെ പിന്നെ എൻ്റെ മോൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. മോനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. മോനും വളരെ നല്ലൊരു അനുഭവമാണ്. അവന് ദീയുടെ റിട്രീറ്റിൽ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചപ്പോൾ, ചാലക്കുടി വന്നപ്പോൾ ഒന്ന് വീഡിയോ കോളിൽ എടുത്തിരുന്നു. അവൻ്റെ ഫേവറേറ്റ് സ്പോർട്സ് കളിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടെ ഇഞ്ചുറി, വേദന, പിന്നെ ന്യൂമോണിയ വന്നു. 1.5-2 വയസ്സിൻ്റെ ഇടയിൽ മുതൽ ന്യൂമോണിയ വന്നിട്ട് എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് വലിയ ബുദ്ധിമുട്ടായിരുന്നു പാവത്തിന്. പക്ഷേ ദീയിലൂടെ അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വഴിക്ക് 21 ജന്മങ്ങൾ മുന്നേ എങ്ങാണ്ട് ഒരു സ്ത്രീ കിണറ്റിൽ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആൻസിസ്റ്റേഴ്സ് അതുവഴി പോയി, പക്ഷെ അവരാരും അവരെ രക്ഷിച്ചില്ല. അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരുന്നു, ആരും രക്ഷിക്കാനായിട്ട് മെനക്കെട്ടില്ല. അപ്പോൾ ആ സ്ത്രീയുടെ ആ ഒരു സോൾ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് മോൻ്റെ ലെഫ്റ്റ് ഭാഗത്തിരുന്ന് അവനോട് ഇങ്ങനെ പറയും, നിനക്ക് പറ്റില്ല, അല്ലെങ്കിൽ വേദനകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാരണം പറഞ്ഞു തന്നപ്പോൾ ഞങ്ങളൊക്കെ ആകെ, ഈശ്വര ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, 21 ജന്മങ്ങൾ മുന്നേ ഒരു ആൻസെസ്ട്രൽ കർമ്മ, ബാഡ് കർമ്മ, ഒരു തെറ്റായ കർമ്മം നമ്മൾ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് എന്നിലൂടെ വന്ന് ഈ ഒരു മോനിലേക്കാണല്ലോ വന്നത് എന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് നമുക്ക് അവിടുന്ന് കിട്ടി. ആദ്യം അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് തോന്നി. പക്ഷേ അന്ന് മോനെയും എന്നെയൊക്കെ മെഡിറ്റേഷനിലിരുത്തി മാപ്പ് പറഞ്ഞു, ഫോർഗിവ്നെസ് പറയാൻ പറഞ്ഞു. ഞങ്ങളതുപോലെ ചെയ്തു. എന്നോട് മോൻ്റെ ശരീരത്തിൽ നിന്ന് അവരോട് ഫോർഗിവ് ചെയ്തെന്ന് വിട്ട് കൊടുക്കണേ എന്ന് പറയാൻ പറഞ്ഞു. മോനോടും പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകണേ എന്ന് ആ സ്ത്രീയോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചെയ്തു. അത്ഭുതം. ഞങ്ങൾ എത്ര ഡോക്ടേഴ്സ്, അലോപ്പതി, ആയുർവേദം, ഫിസിയോതെറാപ്പി, പിന്നെ പിഴിച്ചൽ കാണിക്കാത്ത ഡോക്ടേഴ്സില്ല, അതുപോലെ എടുക്കാത്ത ടെസ്റ്റും ഇല്ല. പിന്നെ എക്സ്റേ, MRI സകലതും എടുത്തതാണ്. പക്ഷെ എവിടെയൊന്നും ഒരു സൊല്യൂഷൻ ശാശ്വതമായിട്ടില്ല. പെയിൻ കില്ലർ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ, അത്രയൊക്കെ മാത്രമേ അവന് സൊല്യൂഷനായിട്ട് കിട്ടിയിരുന്നുള്ളൂ. ഒരാഴ്ച കൊണ്ട് തന്നെ മോൻ്റെ വേദന സ്വിച്ചിട്ട പോലെ നിന്നു. അപ്പോൾ അവന് തന്നെ തോന്നി, ഇനി ഞാനൊന്ന് വീണ്ടും ക്രിക്കറ്റൊക്കെ കളിച്ച് നോക്കിയാലോ എന്നങ്ങനെ തോന്നിയിട്ട് അവൻ കോളേജിൽ നിന്ന് കളിച്ചു. അവന് യാതൊരു വേദനയുമില്ല, മുട്ടുമില്ല, ഇടത് ഭാഗം സകല വേദനയും മാറിയിരിക്കുന്നു. ഇടത് തോൾ ഭാഗവും ഇല്ല, കാൽഭാഗത്തിൻ്റെ വേദന പൂർണ്ണമായി നിലച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ഈശ്വര, ഈ ഒരു ദീയിലൂടെ ബാബാജി മാതാജി നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹം. അത് ചാലക്കുടി റിട്രീറ്റ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കത് ചോദിക്കാനും ഒരു അവസരം കിട്ടി. ദീ കൃത്യമായി അതിന് ചാനലിങ്ങിലൂടെ നമുക്ക് ആ ഗൈഡൻസ് തന്നു. അത് മോനിൽ ഇത്രയും എഫക്റ്റായി. അത് ഭയങ്കര മിറാക്കിൾ, വലിയ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടി തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഈശ്വര, ആ മോൻ രക്ഷപ്പെട്ടില്ലേ, ആ ഒരു കാര്യം കിട്ടിയപ്പോൾ. നമുക്ക് ഈ ഫിസിക്കൽ വേൾഡിൽ, ഈ 3D വേൾഡിൽ എവിടെയാണ് അതിനൊരു പരിഹാരം കിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ അന്ന് അവനൊരു ബ്രീത്തിങ് ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ അത് കൃത്യമായി ചെയ്തു കേട്ടോ. അതിന് മോനോട് എനിക്ക് നന്ദിയാണ്. കാരണം അവൻ ദീനെ വിശ്വസിച്ചു, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു അല്ലേ, വിശ്വസിച്ചിട്ട് അവൻ ചെയ്തു.
അതിൻ്റെ റിസൾട്ടും ഉണ്ട്. അവന് ഈ അലർജി ഇഷ്യൂസ്, നെറ്റിയിൽ മൂക്കിലൊക്കെ കഫം കെട്ടും. അതുപോലെ പനി, ഇടയ്ക്കിടെ പനി, എക്സാമിന് മുന്നേ പനി, ജലദോഷം, ബുദ്ധിമുട്ടെല്ലാം. ഇപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഇതൊന്നുമില്ല. അവനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ബേർഡ് പോലെയാണ്. അവനിഷ്ടമുള്ള പോലെ പഠിക്കുന്നു, അവനിഷ്ടമുള്ള പോലെ കളിക്കുന്നു, കളിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ ഫോക്കസ്, കോൺസെൻട്രേഷൻ, ഇതൊക്കെ അവന് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. അതുപോലെ അവൻ്റെ റിസൾട്ടിലും നമുക്ക് കാണുന്നുണ്ട്. പിന്നെ അതിൽ വേറെ തെളിവ് വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ല അത്ഭുതകരമായ എന്താ പറയുക സംഭവ വികാസങ്ങൾ എന്ന് തന്നെ എനിക്ക് പറയണം. വേറെ എവിടെയും കിട്ടാത്തതാണ് എനിക്ക് ദിയിലൂടെ ബാബാജി മാതാജി എനിക്ക് ഗുരുമണ്ഡലി ദിയിലൂടെ പറഞ്ഞു തന്നത്. അതിനെന്താ പറയുക, നമ്മളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഗുരുക്കന്മാർ നമ്മളിലേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ വേറെ എവിടേക്കും ഓടേണ്ടതില്ല ഇല്ലേ. രാവിലെ കൃത്യമായി എഴുന്നേറ്റ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. നമുക്കറിയാത്ത ആൻസെസ്ട്രൽ കർമാസ്, ബ്ലാക്ക് മാജിക്ക്, പിന്നെ ഇനി നമ്മൾ ചെയ്തത് തന്നെ, നമ്മുടെ തന്നെ അംശങ്ങൾ ചെയ്തു പോയ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കർമ്മങ്ങൾ, അവയൊക്കെ നമുക്കിങ്ങനെ ഈ ഒരു ജന്മത്തിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ശാരീരികമായ വേദനകൾ, ബുദ്ധിമുട്ട്, രോഗങ്ങൾ വരുത്തുന്നുണ്ട്. അത് വെറും സയൻസ് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റാവുന്നതല്ല എന്ന് എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ മോൻ്റെയും ആ ഒരു ഉദാഹരണം, മികച്ച ഉദാഹരണം അത് തന്നെയാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഗുരുമണ്ഡലിയാണല്ലോ അല്ലേ ദീ പറയുമ്പോൾ നമുക്ക് കേൾക്കാമല്ലോ. ഇന്ന് കൃഷ്ണയുടെ എനർജി വന്നു, വെങ്കടേശ്വര, സുബ്രഹ്മണ്യ, അങ്ങനെ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് വരികയാണ്. ദീയിലൂടെ നമ്മൾക്ക് വേണ്ട ഹീലിംഗ് തരുന്നതെന്ന് അത് വലിയ ഭയങ്കര അത്ഭുതമാണ്. അപ്പം നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്കും എല്ലാം വളരെ മനോഹരമായ അനുഭവങ്ങൾ വരട്ടെ. ജീവിതം വളരെ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞതാവട്ടെ. ALCയിലൂടെ നിങ്ങൾക്കും എല്ലാം നല്ലത് സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സുനിത ദീക്കും എല്ലാവർക്കും, ബാബാജി, മാതാജി, ഗുരുമണ്ഡലി, എല്ലാ ദിവ്യമായ എനർജീസിനും ചൈതന്യങ്ങൾക്കും അനന്തകോടി നന്ദി. താങ്ക് യു സോ മച്ച്.